അനധികൃത സ്വത്ത് സമ്പാദനത്തിന് അഡീഷണൽ ചീഫ് സെക്രട്ടറി ടോം ജോസിനെതിരെ വിജിലൻസ് കേസെടുത്തു. ഫ്ളാറ്റുകളിലും ഓഫീസിലും റെയ്ഡ്. അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ ബാങ്കുകൾക്ക് കത്ത് നൽകി. അപമാനിക്കാനുള്ള ശ്രമമെന്ന് ടോം ജോസ്. KC ജോസഫിനെതിരെ തലശ്ശേരി വിജിലൻസ് കോടതിയുടെ അന്വേഷണ ഉത്തരവ്. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെ പുകച്ച് പുറത്തു ചാടിക്കാൻ നീക്കമെന്ന് മുഖ്യമന്ത്രി. KM എബ്രഹാമിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയതിൽ വിജിലൻസിന് വീഴ്ച പറ്റി. ഉദ്യോഗസ്ഥ തലപ്പത്തെ പോരിൽ സംസ്ഥാനത്ത് ഭരണസ്തംഭനമെന്ന് പ്രതിപക്ഷം. മെഡിക്കൽ പ്രവേശന ക്രമക്കേടിൽ കണ്ണൂർ കരുണ മെഡിക്കൽ കോളേജുകൾക്ക് ഹൈക്കോടതി പിഴ ചുമത്തി. വിദ്യാർത്ഥി പ്രവേശം നീറ്റിന്റെ അടിസ്ഥാനത്തിലാക്കാനും കോടതി ഉത്തരവ്. പ്രവേശന നടപടികൾ ജെയിംസ് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാകണമെന്നും ഹൈക്കോടതി. ജഡ്ജിമാരുടെ നിയമനം വൈകുന്നതിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശം. സർക്കാരിന്റെ നിഷ്ക്രിയത്വം ജുഡീഷ്യറിയെ തളർത്തും. രാജ്യത്തെ കോടതികൾ അടച്ചിടുന്നത് അനുവദിക്കാനാകില്ല. നിയമന ശുപാർശകളിൽ സർക്കാർ അടയിരിക്കുന്നുവെന്നും സുപ്രീം കോടതി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ടോം ജോസിന്റെ വസതികളിൽ വിജിലൻസ് റെയ്ഡ് നടത്തി. റെയ്ഡിൽ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ചില രേഖകൾ കണ്ടെടുത്തു. ടോം ജോസിന്റെയും ഭാര്യയുടെയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും വിജിലൻസ് നിർദ്ദേശം നൽകി. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് തന്നെ അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്ന് ടോം ജോസ് പ്രതികരിച്ചു. മൂവാറ്റുപുഴ കോടതിയിൽ വിശദമായ FIR സമർപ്പിച്ച ശേഷമാണ് വിജിലൻസ് റെയ്ഡ് നടപടികളിലേക്ക് കടന്നത്. ടോം ജോസിന്റെ വസതിയിലും ഓഫീസിലുമടക്കം 5 ഇടങ്ങളിലാണ് റെയ്ഡ് നടന്നത്. തിരുവനന്തപുരത്തെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ചില രേഖകൾ വിജിലൻസ് കണ്ടെടുത്തിട്ടുണ്ട്. കൂടാതെ ടോം ജോസിന്റെ സുഹൃത്തായ അനിത ജോസഫിന്റെ പാലായിലെ വീട്ടിൽ നിന്നും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിന്റെ തെളിവുകളും വിജിലൻസിന് ലഭിച്ചതായാണ് വിവരം. ഇരിങ്ങാലക്കുടയിലുള്ള ഭാര്യ വീട്ടിലും എറണാകുളത്തെ ഫ്ളാറ്റിലും വിശദമായ പരിശോധനയാണ് വിജിലൻസ് നടത്തിയത്. തുടരന്വേഷണത്തിന്റെ ഭാഗമായി ടോം ജോസിന്റെയും ഭാര്യയുടെയും പേരിലുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിക്കാനും വിജിലൻസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബന്ധപ്പെട്ട ബാങ്കുകൾക്ക് സ്പെഷ്യൽ സെൽ SP നോട്ടീസ് നൽകുകയും ചെയ്തു. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് തന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് റെയ്ഡ് നടത്തിയതെന്നാണ് ടോം ജോസിന്റെ പ്രതികരണം. 2016 സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ 1,19,00,000-ലധികം രൂപയുടെ സ്വത്ത് ടോം ജോസ് അനധികൃതമായി സമ്പാദിച്ചെന്നാണ് വിജിലൻസ് FIR. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗയിൽ 50 ഏക്കർ ഭൂമി വാങ്ങിയതും കൊച്ചിയിൽ പുതിയ ഫ്ളാറ്റ് വാങ്ങിയതും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടോബി ജോൺസൺ, മീഡിയ 1, കൊച്ചി. KM എബ്രഹാമിന്റെ വീട്ടിൽ നടന്ന റെയ്ഡിൽ വിജിലൻസിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയെ അറിയിച്ചു. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെ പുകച്ച് പുറത്തു ചാടിക്കാൻ ചിലർ ശ്രമം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ഭരണസ്തംഭനമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിന്റെ വീട്ടിലെ റെയ്ഡ് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം കൊണ്ടുവന്ന സബ്മിഷന്റെ മറുപടിയിലാണ് റെയ്ഡിനെ തള്ളിപ്പറഞ്ഞ് മുഖ്യമന്ത്രി രംഗത്തെത്തിയത്. നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ വിജിലൻസിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഈ കാര്യങ്ങളിൽ ചുമതല വഹിച്ച് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥനുണ്ട്. ആ ഉദ്യോഗസ്ഥനിൽ നിന്ന് ഇപ്പോൾ തന്നെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന് പൂർണ്ണ പിന്തുണയും മുഖ്യമന്ത്രി നൽകി. ജേക്കബ് തോമസ് എന്ന വിജിലൻസ് ഡയറക്ടർ വിജിലൻസിന് നേതൃത്വം കൊടുക്കാൻ പറ്റിയ ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വിജിലൻസ് ഡയറക്ടർക്ക് ചേരാത്ത രീതികളുണ്ട് എന്ന് ഗവൺമെൻറ്റിന് ഇതേവരെ ബോധ്യമായിട്ടില്ല. IAS IPS ചേരിപ്പോര് സംസ്ഥാനത്ത് ഭരണസ്തംഭനത്തിനിടയാക്കിയെന്നായിരുന്നു സബ്മിഷൻ അവതരിപ്പിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. കേരളത്തിൽ ഒരു ഭരണസ്തംഭനം നിലനിൽക്കുന്നു. ബഹുമാനായ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. K. സജീഷ്, മീഡിയ 1, തിരുവനന്തപുരം. IAS ഉദ്യോഗസ്ഥരും വിജിലൻസ് ഡയറക്ടറും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ആർക്കാണ് നിഗൂഢ ലക്ഷ്യങ്ങളുള്ളത്? ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ സ്പെഷ്യൽ എഡിഷനിൽ എൻ്റെ അതിഥിയായി എത്തിയിട്ടുള്ള തമിഴ്നാട് മുൻ ചീഫ് സെക്രട്ടറി ശ്രീ PC സിറിയക് കൊച്ചിയിൽ നിന്ന്, കോൺഗ്രസിന്റെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ കൊച്ചിയിൽ, CPM-നെ പ്രതിനിധീകരിച്ച് ശ്രീ KV അബ്ദുൽ ഖാദർ തൃശൂരിൽ, മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ BRP ഭാസ്കർ ടെലിഫോൺ ലൈനിൽ, എക്സൽ കേരള ടീം ആന്റി കറപ്ഷൻ പീപ്പിൾസ് മൂവ്മെന്റിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MR രാജേന്ദ്രൻ നായർ ടെലിഫോണിൽ ഉണ്ടാകും ഈ ചർച്ചയിൽ അല്പസമയത്തിനകം തന്നെ. ശ്രീ PC സിറിയക്, 2 അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർക്കെതിരെ മറ്റ് 10ഓളം വരുന്ന IAS ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസിന്റെ അന്വേഷണ നടപടികൾ നടക്കുകയാണ്. KM എബ്രഹാമിനും ടോം ജോസിനും രണ്ടുപേർക്കുമെതിരെയുള്ള പ്രധാനപ്പെട്ട കേസ് അനധികൃത സ്വത്ത് സമ്പാദനമാണ്.
അത് സംബന്ധിച്ച് വിജിലൻസിന്റെ FIR-ൽ കൃത്യമായി അവരുടെ വരവ് ചെലവ് കണക്കുകളുടെ വിവരങ്ങളുണ്ട്. രണ്ടുപേർക്കുമെതിരെ അന്വേഷണം നടക്കുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി റെയ്ഡും നടന്നു. രണ്ടുപേരും പ്രതികരിച്ചത് ഇത് പകപോക്കലാണ് എന്നാണ്. ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനായിരുന്ന ശ്രീ PC സിറിയക്, എന്താണ് ഇതിൽ താങ്കളുടെ അഭിപ്രായം? വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം നടന്ന ഈ റെയ്ഡുകൾ, ഈ നടപടികൾ നിയമവിരുദ്ധവും സർവീസ് ചട്ടങ്ങളുടെ ലംഘനവും അപമാനിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതും പ്രതികാര നടപടിയാണെന്നും താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല, ഇതാദ്യമായിട്ട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ പരാതികൾ ഉണ്ടാകുമ്പോൾ അന്വേഷണം നടത്തേണ്ടത് ആവശ്യമാണ്. ആരും നിയമത്തിന് അതീതരല്ല. പക്ഷേ അതേ സമയത്ത് അന്വേഷണം നടത്തുമ്പോൾ നടപടിക്രമങ്ങൾ വളരെ നിഷ്കർഷയോടെ കണിശമായിട്ട് ഫോളോ ചെയ്തിരിക്കണം. ഇപ്പം ഇന്നലത്തെ സംഭവത്തിൽ ശ്രീ എബ്രഹാമിൻ്റെ കേസിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി പോലീസ് അവിടെ ചെല്ലുന്നു. ഒരു സെർച്ച് വാറണ്ടും ഇല്ല, ഒന്നുമില്ല. ചോദിക്കുമ്പോൾ പറയുന്ന അവിടെ ഞങ്ങൾ പരിശോധനയല്ല നടത്തിയത്, അവിടെ ബിൽഡിങ്ങിൻ്റെ അളവെടുക്കുകയായിരുന്നെന്ന്. അത് തീർച്ചയായിട്ടും ബാലിശമായ ഒരു എക്സ്പ്ലനേഷനായി പോയി അത്. കാരണം നടപടിക്രമം ശരിയാം വിധം ഫോളോ ചെയ്തില്ല. അവിടെ ആ ബിൽഡിങ്ങിൻ്റെ ഒരു ഫ്ലാറ്റിൻ്റെ ഏരിയയ്ക്ക് അവിടെ ചെന്ന് അളവെടുക്കേണ്ട ആവശ്യമില്ല. ആ ബിൽഡിങ്ങിലെ എല്ലാ ഫ്ലാറ്റും ഒരുപോലെയാണ്. പിന്നെ അത് ചെയ്യേണ്ട വിധത്തിൽ ചെയ്യേണ്ട സെർച്ച് വാറണ്ടിൻ്റെ തുടങ്ങിയുള്ള രേഖകളുടെ നടപടിക്രമങ്ങൾ ഫോളോ ചെയ്തിട്ട് ചെയ്യണമായിരുന്നു. അതാണ് വീഴ്ച. ഇപ്പം ഇന്നത്തെ സംഭവത്തിൽ അങ്ങനെ വീഴ്ച ഇല്ലെന്ന് തോന്നുന്നു, അറിഞ്ഞുകൂടാ. ഏതായാലും നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, നടപടിക്രമങ്ങൾ കൃത്യമായി നടക്കട്ടെ. പക്ഷേ മറ്റൊരു കാര്യം, ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം ക്രിമിനലുകളുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഇടപഴകുന്നത്. ഒരു 10-35 കൊല്ലത്തെ പോലീസ് സർവീസ് കഴിയുമ്പോൾ എൻ്റെ വിചാരം, നമ്മൾ ആരും ഒരു സാധാരണക്കാരായ ഒരു വ്യക്തി കാണുന്നവരെ എല്ലാം ക്രിമിനലാണോ, ആരോപിതരെല്ലാം കുറ്റക്കാരാണോ എന്ന് സംശയിച്ചു പോകും. കാരണം അത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റാണ് അവരിടപഴകുന്ന സാഹചര്യം അവർക്കുണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റോടുകൂടി നോക്കി ഒരു തീരുമാനമെടുക്കുന്നത് ശരിയാകില്ല. വിചാരണ നടത്താം, കാര്യങ്ങളെപ്പറ്റി തെളിവുകൾ ശേഖരിക്കാം. താങ്കൾ പറഞ്ഞതുപോലെ പൊതുരംഗത്തുള്ളവർക്ക് നേരെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് വിജിലൻസിന് മുന്നോട്ട് പോകേണ്ടി വരും. മലബാർ സിമന്റ്സ് MD പത്മകുമാറിനെതിരെ നടപടി ഉണ്ടായപ്പോൾ രംഗത്ത് വന്നത് IAS അസോസിയേഷൻ തന്നെയാണ്. അവർ നൽകിയ പരാതിയുടെ കാതൽ എന്താണെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. IAS ഉദ്യോഗസ്ഥരെ അഴിമതി ആരോപണങ്ങളിൽ കുരുക്കാൻ വിജിലൻസ് ഡയറക്ടർ ശ്രമിക്കുന്നു എന്നതായിരുന്നു അവരുടെ ആരോപണം. ഇന്നലെ റെയ്ഡ് നടന്നു. ഇന്ന് ടോം ജോസിന്റെ വീട്ടിലും ഓഫീസിലും റെയ്ഡ് നടന്നു. ഇന്നലെ K. എബ്രഹാമിന്റെ വീട്ടിൽ റെയ്ഡ് ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഫ്ളാറ്റിന്റെ അളവെടുക്കാൻ പോയപ്പോൾ അപ്പോഴും ഉണ്ടായ പരാതി കേരളത്തിലെ മുതിർന്ന IAS ഉദ്യോഗസ്ഥർ നേരിട്ട് തന്നെ ചീഫ് സെക്രട്ടറിയെ കണ്ടു ബോധിപ്പിച്ചിരിക്കുന്നത് ബോധപൂർവം ദുഷ്ടലാക്കോടെ പ്രതികാര ബുദ്ധിയോടുകൂടിയുള്ള നടപടി വിജിലൻസ് ഡയറക്ടർ സ്വീകരിക്കുന്നു എന്നാണ്. എന്തെങ്കിലും തരത്തിലുള്ള പരിരക്ഷ അവകാശപ്പെടാനാകുമോ സർ ഈ ഉന്നത ഉദ്യോഗസ്ഥർക്ക്? വിജിലൻസ് അവരുടെ പരാതികളിന്മേൽ, കോടതി ഉത്തരവിന്മേൽ അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ എന്തിനാണ് കേരളത്തിലെ മുതിർന്ന IAS ഉദ്യോഗസ്ഥർക്ക് ഇത്ര വലിയ അസ്വസ്ഥത? ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നിയത്, നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാലൊന്നും പരാതിപ്പെടാനില്ല. ഇന്നലെ അത് പാലിച്ചില്ലായിരുന്നു. ഇന്നലെ അത് പാലിക്കാതെ വന്നതുകൊണ്ടാണ് എല്ലാവരും കൂടെ പോയി അജിറ്റേറ്റഡായിട്ട് വിഷമം തോന്നി അവർ പോയി ചീഫ് സെക്രട്ടറിയെയും മുഖ്യമന്ത്രിയും ഒക്കെ കാണാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇന്നത്തെ സംഭവത്തിനെ പറ്റി ആരും ഒന്നും പറഞ്ഞോ കേട്ടോ എന്ന് അറിഞ്ഞുകൂടാ. കാരണം നടപടിക്രമം പാലിച്ചിട്ടുണ്ടെന്നല്ലേ പറയും. അങ്ങനെയാണെങ്കിൽ ഇതാകട്ടെ. പക്ഷേ ഞാൻ മറ്റൊരു കാര്യത്തിലേക്കായിരുന്നു വരുന്നത്. ഞാൻ വന്നുകൊണ്ടിരുന്ന പോയിൻ്റ്, 10-35 കൊല്ലത്തെ കുറ്റവാളികളുമായിട്ടുള്ള നിരന്തരമായ സമ്പർക്കം കാണുമ്പോൾ ആരോപിതരെ എല്ലാം കുറ്റവാളികളായിട്ട് കരുതാനുള്ള ഒരു വിചാരം ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകും. ഇതിനെതിരായിട്ട് ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഫൈനൽ നിഗമനത്തെ ബാധിക്കാൻ പാടില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് കേന്ദ്രത്തിൽ CBIക്ക് പുറത്തൊരു CBI വിചാരണ നടത്തുന്നു. പക്ഷേ CBIയുടെ വിചാരണയുടെ ഫൈനൽ നിഗമനം എടുക്കുന്നത് ആരാണ്? സെൻട്രൽ വിജിലൻസ് കമ്മീഷണറാണ്. ഇപ്പോൾ വിജിലൻസ് കമ്മീഷണർ കേന്ദ്രത്തിൽ എന്തുകൊണ്ട് വെച്ചിരിക്കുന്നു? CBIയുടെ പോലീസ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ DGPയെക്കാളും വലിയ ആളാണ്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് മുകളിൽ ഒരു CVCയെ വെച്ചിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വരുന്ന ഒരു ഓക്കുപ്പേഷണൽ ഹസാർഡാണ്. 10-35 കൊല്ലത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള ക്രിമിനലുകളായിട്ട് പഴകുമ്പോൾ ഉണ്ടാകുന്ന മൈൻഡ് സെറ്റിൻ്റെ മാറ്റം, അത് ഫൈനൽ തീരുമാനത്തെ ബാധിക്കാതിരിക്കും എന്ന് ഉറപ്പുവരുത്താനും അതിനുവേണ്ടിയാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ
ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ റിട്ടയർഡ് ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജ് തുടങ്ങിയുള്ള ആളുകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പദവി ഉണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഭയപ്പെടാനില്ല. പോലീസ് ഉദ്യോഗസ്ഥരെ ഏകപക്ഷീയമായി ഫൈനൽ തീരുമാനം എടുക്കില്ല. ഇത് പണ്ടൊരു സന്താനം കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ അഴിമതി നിരോധനത്തെപ്പറ്റി ശാസ്ത്രിജി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് കേന്ദ്രത്തിലെ CBIയെ CVCയുടെ കീഴിലാക്കിയതും എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു വിജിലൻസ് കമ്മീഷണറും കൂടെ വേണം എന്നായിരുന്നു സന്താനം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ. അതനുസരിച്ച് തമിഴ്നാട്ടിലും മഹാരാഷ്ട്രത്തിലും മറ്റ് മിക്ക സംസ്ഥാനങ്ങളിലും വിജിലൻസ് ഡയറക്ടറുടെ മുകളിൽ ചീഫ് സെക്രട്ടറിയുടെ ഗ്രേഡിൽ തന്നെ ഒരു വിജിലൻസ് കമ്മീഷണറുണ്ട്. ഇവിടെയും ഒരുപക്ഷെ അങ്ങനെ ഒരു സ്ഥാനം കൂടെ ഉണ്ടെങ്കിൽ ആരും ഭയപ്പെടാനില്ല. പോലീസ് ഉദ്യോഗസ്ഥർ ഡൊമിനിക് പ്രസന്റേഷൻ ഇന്നലെ ധന അഡീഷണൽ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തിയപ്പോഴും ഇന്ന് ടോം ജോസിൻ്റെ വീട്ടിലും ഓഫീസിലും വിജിലൻസ് പരിശോധന നടത്തിയപ്പോഴും രണ്ടു പേർക്കും ഒരേ തരത്തിലുള്ള പരാതികളുണ്ട്. ഇത് അപമാനിക്കാൻ ശ്രമിക്കുന്നതാണ്, പകപോക്കലിനുള്ളതാണ്. ടോം ജോസിനെതിരെ ഇട്ടിട്ടുള്ള FIR-ൽ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിൽ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഭാഗം അദ്ദേഹത്തിൻ്റെ വരവും 2010 മുതൽ 2016 വരെയുള്ള കാലയളവിൽ അദ്ദേഹത്തിൻ്റെ വരവും അദ്ദേഹത്തിൻ്റെ ചിലവും അദ്ദേഹത്തിൻ്റെ അസറ്റും തമ്മിലുള്ള ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള അതായത് അതിലെ കണക്കുകൾ തമ്മിൽ യോജിക്കുന്നില്ല. അങ്ങനെ 1,19,68,549 രൂപയുടെ കണക്ക് ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ വരവും ചെലവും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 62.35% വർധന. ഇത് അഴിമതി നിരോധന നിയമപ്രകാരം അതിലെ സെക്ഷൻ 13(1) ഈ പ്രകാരം അത് കുറ്റകരമായി കാണണമെന്നതാണ്. അതിൻ്റെ ഭാഗമായാണ് റെയ്ഡ് നടന്നിട്ടുള്ളത്. ഇന്നലെ K. എബ്രഹാമിൻ്റെ ഏറ്റവും വലിയ ആക്ഷേപം അദ്ദേഹം മാർച്ച് 23-ന് സ്വത്ത് വിവരം സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം വിജിലൻസ് കോടതിയെ ബോധിപ്പിച്ചതാണ്. കൂടുതലായി എന്തെങ്കിലും അന്വേഷണമുണ്ടെങ്കിൽ എന്നോട് തന്നെ വന്ന് ചോദിക്കാമായിരുന്നു. വീട്ടിൽ ഭാര്യ മാത്രം ഉള്ളപ്പോൾ വനിതാ ഓഫീസറില്ലാതെ പരിശോധന നടത്തി തുടങ്ങിയ ഇതിൽ പകപോക്കലുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ടോം ജോസിനും ഇന്ന് സമാന സ്വഭാവത്തിലുള്ള ആരോപണമുണ്ട്. മുഖ്യമന്ത്രി സഭയിൽ സമ്മതിച്ചിട്ടുണ്ട്. ഇന്നലെ നേരത്തെ ശ്രീ PC സരിയക് പറഞ്ഞതുപോലെ തന്നെ നടപടിക്രമങ്ങളിൽ ചില വീഴ്ച സംഭവിച്ചുവെന്ന്. പക്ഷേ വിജിലൻസിൻ്റെ അന്വേഷണവും പരിശോധനകളും നടക്കുമ്പോൾ ഈ തരത്തിൽ ബാലിശമായ ന്യായങ്ങൾ ഉന്നയിച്ച് അതിനെതിരെ നീങ്ങേണ്ടുന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടാകുന്നു? അതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇത് ഇന്നത്തെയും കാര്യങ്ങൾ രണ്ടായിട്ട് കാണണമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇന്നലെ ഡോക്ടർ എബ്രഹാമിൻ്റെ വീട്ടിൽ വിജിലൻസ് പോയത് അത് തെറ്റിപ്പോയി എന്ന് മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് സമ്മതിക്കേണ്ടി വന്നു? നിയമസഭയിൽ ശ്രീ അബ്ദുൽ ഖാദറിൻ്റെ സാന്നിധ്യം ഉണ്ടായിക്കാണ് നിയമസഭയിൽ. CM തന്നെ സമ്മതിച്ചു അവർക്കൊരു തെറ്റ് പറ്റാൻ കാരണം എന്താണ്? അത് ശ്രീ സിറിയക് സാറ് പറഞ്ഞതുപോലെ അത് അവർ പാലിക്കേണ്ട മാനദണ്ഡം പാലിച്ചില്ല. പക്ഷെ ടോം ജോസിൻ്റെ കാര്യത്തിൽ കോടതിയിൽ അവർ FIR കൊടുത്തു, അവർക്ക് അന്വേഷിക്കാം. അതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. ടോം ജോസിനെ ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഒരു ഉദ്യോഗസ്ഥനെയും അഴിമതി കാണിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെയും ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യം ഞങ്ങൾക്കാർക്കും ഇല്ല. അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ പിടിക്കപ്പെടണം, ശിക്ഷിക്കപ്പെടണം. പക്ഷെ ഇവിടെ വരുന്നൊരു പ്രശ്നം നമ്മുടെ വിജിലൻസ് ഡയറക്ടറെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചില നടപടികളെ കുറിച്ചുള്ള സംശയങ്ങളാണ്. അവിടെയാണ് പ്രശ്നം. ചില കാര്യങ്ങൾ അദ്ദേഹം വളരെ ഹേസ്റ്റിയായി ഡിസിഷൻ എടുക്കുന്നു, വളരെ സ്പീഡിൽ എടുക്കുന്നു. ചില കാര്യങ്ങൾ അദ്ദേഹം പതുക്കെ മാറ്റിവെക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് കുറേ ഉദ്യോഗസ്ഥർക്ക് സംശയം വരുന്നത്. ഇപ്പോൾ പത്മകുമാറിൻ്റെ കാര്യം സാറോട് പറഞ്ഞു. ഇന്ന് ഞാൻ ഹിന്ദുവിൻ്റെ അകത്ത് കഴിഞ്ഞ ബോർഡിൽ നമ്മുടെ പ്ലാനിംഗ് ബോർഡ് മുമ്പ് വിജയരാഘവൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. വിജയരാഘവൻ പറഞ്ഞിരിക്കുന്നു പത്മകുമാർ നല്ല ഓഫീസറായിരുന്നു, എന്തുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ ചെയ്തു എന്ന് സംശയം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് റിലേറ്റീവ് ആയിരിക്കാം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിരിക്കും. ഞാൻ പറഞ്ഞത് തെറ്റിയതുവരെ ശിക്ഷിക്കപ്പെടണം. അത് രാഷ്ട്രീയക്കാരായാലും മുൻ മന്ത്രിമാരായാലും മുൻ ഉദ്യോഗസ്ഥന്മാരായാലും ഇപ്പോൾ അത് ശിക്ഷിക്കപ്പെടുന്ന സംശയക്കാര്യത്തിലില്ല. പക്ഷേ വിജിലൻസ് ഡയറക്ടർ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാതെ വരുമ്പോഴാണ് സംശയം വരുന്നത്. പിന്നെ ഉള്ള ഡോക്ടർ എബ്രഹാം പറഞ്ഞ കാര്യം വളരെ റിലവൻസ് ഉള്ളതല്ലേ? അദ്ദേഹം എന്താ പറഞ്ഞത്? ഈ ഡയറക്ടർക്കെതിരായി ഒരു ധനകാര്യ വകുപ്പിൻ്റെ ഒരു അന്വേഷണ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്യുന്ന സമയത്താണ് എന്നെ ഭയപ്പെടുത്താനാണ് ഇദ്ദേഹം ചെയ്തത് എന്ന് ഉള്ള ആരോപണം വന്നിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അന്വേഷണം വേണം. അത് എല്ലാ മാനദണ്ഡങ്ങളും നിയമങ്ങളും പാലിച്ച് അന്വേഷണം വേണം. ടോം ജോസ് അല്ല, ആര് കുഴപ്പം കാണിച്ചാലും അന്വേഷണത്തെ എതിർക്കേണ്ട കാര്യമില്ല, എതിർക്കുന്നുമില്ല. ശ്രീ KV അബ്ദുൽ ഖാദർ, ഞാൻ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ അദ്ദേഹം വിശദീകരിച്ച കാര്യങ്ങളിലെ അവസാന ഭാഗത്തേക്ക് വരാം.
അതായത് തുറമുഖ ഡയറക്ടറായിരിക്കെ ജേക്കബ് തോമസ് സോളാർ പാനലുകൾ സ്ഥാപിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന പരാതിയെ തുടർന്ന് ധനകാര്യ പരിശോധനാ വിഭാഗം നടത്തിയ അന്വേഷണവും അതിൻ്റെ ഭാഗമായി വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടും ആ റിപ്പോർട്ടിലെ വിവരങ്ങൾ അനുസരിച്ച് നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞ സർക്കാരിനാകുമായിരുന്നില്ലേ? ഇപ്പോൾ പിന്നെ എങ്ങനെയാണ് രണ്ടാമതും ജേക്കബ് തോമസിനെതിരെയുള്ള നടപടികൾ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് പൊന്തി വന്നത്? ഇനി അങ്ങനെ അദ്ദേഹത്തിൻ്റെ നടപടി ഉണ്ടാകുമെന്ന് ഭയന്ന് അതിൽ നേരത്തെ ഇന്നലെ കെ എബ്രഹാം ആരോപിച്ചതുപോലെ അതിനെ തടയിടാൻ വേണ്ടി ഒരു ഭീഷണി സ്വരത്തിൽ നടത്തിയതാണ് ഇന്നലത്തെ പരിശോധന എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ജേക്കബ് തോമസിനെ പുകച്ച് പുറത്തു ചാടിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് എന്ന് സഭയിൽ പറയുന്നത്? അല്ല, ജേക്കബ് തോമസിനെതിരായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന സംഭവം ഒരു പുതിയ കാര്യമല്ല. അത് നേരത്തെ വന്നിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ ഒരു ധാരണ 1.5 വർഷം മുമ്പ് UDF ഗവൺമെൻറ് ഉള്ള കാലത്ത് തന്നെ വന്നിട്ടുള്ളൊരു കാര്യമാണ്. അതിനകത്ത് കാര്യമായിട്ടുള്ള അടിസ്ഥാനമൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് അന്ന് ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തലുണ്ടായിരുന്നത്. ഏതായാലും നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല, സ്വീകരിക്കാനുള്ള നടപടികൾ ഉണ്ടായതുമില്ല. ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വിജിലൻസ് ഡയറക്ടർ ശ്രീ ജേക്കബ് തോമസ്, അദ്ദേഹം അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. വിജിലൻസ് എന്ന് പറയുന്ന സംവിധാനത്തെ കൂട്ടിലടച്ച ഒരു തത്ത പോലെ കൊണ്ടു നടന്നിരുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ചടുലമായി കാര്യപ്രാപ്തിയോടെ അദ്ദേഹം അന്വേഷണം നടത്തുന്നുണ്ട്, നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇതിനെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാർ, IAS ഉദ്യോഗസ്ഥന്മാരിൽ ചിലർ എതിർക്കുന്നു എന്നത് സത്യമാണ്. ആ എതിർപ്പുകളെല്ലാം ശരിയാണ് എന്ന് പറയാനായിട്ട് കഴിയുകയില്ല. കാരണം മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയതുപോലെ ശ്രീ ജേക്കബ് തോമസിൻ്റെ അന്വേഷണവും നടപടികളും ആർക്കെതിരായിട്ടാണോ നടക്കുന്നത് അവരിൽ ചിലർ ഇത്തരം ചില കാര്യങ്ങളിൽ ചില സമീപനങ്ങൾ സ്വീകരിക്കുന്നു. അത് നിവേദനത്തിൻ്റെ രൂപത്തിൽ, വേറെ ചില കൗണ്ടർ ആക്ഷനുകളുടെ രൂപത്തിലെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ വ്യക്തിപരമായ ഓരോരുത്തർക്കുമെതിരെ, ഓരോ ഉദ്യോഗസ്ഥനുമെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അവരുടെ സംഘടന അതിനെ കൂട്ടമായി പ്രതിരോധിക്കാൻ എത്തുന്നു എന്നാണോ താങ്കൾ ഉദ്ദേശിച്ചത്? അതല്ല മറ്റേതെങ്കിലും രാഷ്ട്രീയ പരിരക്ഷയും പിന്തുണയും പിൻബലവും ഒക്കെ അവർക്കുണ്ടെന്നാണോ? അല്ല, രാഷ്ട്രീയ പരിരക്ഷയേക്കാളും ഉപരിയായിട്ട് IAS അസോസിയേഷൻ ഒരു സംഘടന എന്നുള്ള നിലയിൽ അവർ നടത്തുന്ന നിവേദനങ്ങൾ, അതെല്ലാം അതിൽ വരുന്ന വികാരം, അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ, കാണുന്ന കാര്യങ്ങൾ ഈ നടപടികളുടെ ഒരു പ്രതിഫലനമായിട്ടേ നമുക്ക് കാണാനാവുകയുള്ളൂ. അതേസമയം ഇന്ന് നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വ്യക്തമാക്കിയ ഒരു കാര്യം, ഡോക്ടർ KM എബ്രഹാമിൻ്റെ വീട്ടിൽ നടന്ന ഈ പരിശോധന അതിൽ ചട്ടങ്ങൾ മുഴുവൻ പാലിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമായിട്ട് സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ അഭിപ്രായ പ്രകടനം. ഇതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദീകരണം തേടിയതായിട്ട് അദ്ദേഹം നിയമസഭയിൽ പറയുകയുമുണ്ടായി. അപ്പോൾ ഗവൺമെൻറ് കാര്യങ്ങളിൽ വളരെ കറക്റ്റായിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് എടുത്തിട്ടുള്ളത്. അന്വേഷണ ഏജൻസി എന്നുള്ള നിലയിൽ വിജിലൻസിന് അതിൻ്റെ പരിശോധനാ സംവിധാനങ്ങൾ സത്യസന്ധമായിട്ട് തുടരാം. ആരെയും വ്യക്തിപരമായിട്ടുള്ള പകയുടെയോ വിദ്വേഷത്തിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിൽ ഇത്തരം ഒരു സംവിധാനവും പ്രവർത്തിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. ഞാൻ വരാം താങ്കൾ. ശ്രീ PC സിറിയക്, സങ്കീർണമായ ഒരു സാഹചര്യം ഉണ്ടാകാൻ പോവുകയാണ് സംസ്ഥാനത്ത്. പ്രത്യേകിച്ച് ഉന്നത IAS ഉദ്യോഗസ്ഥർ ഒന്നാകെ തന്നെ ചീഫ് സെക്രട്ടറിയെ കണ്ട് പരാതി അറിയിക്കുകയും എബ്രഹാമിനെ പോലുള്ളവർ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുകയും, അതായത് സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത തരത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ സാഹചര്യം. ഇതിൽ IASലെ ഉന്നത IAS ഉദ്യോഗസ്ഥർക്കുള്ളൊരു പരാതി, അല്ലെങ്കിൽ അസോസിയേഷനുള്ളൊരു പരാതി, ജേക്കബ് തോമസ് എന്ന വിജിലൻസ് ഡയറക്ടറെ പിന്തുണയ്ക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു ഈ സർക്കാർ. കോടതികളിലും മറ്റും വിജിലൻസ് ഡയറക്ടർക്ക് അനുകൂലമായ നിലപാട് സർക്കാർ സ്വീകരിക്കുന്നു. IASകാരോട്, അതായത് മുതിർന്ന ഉദ്യോഗസ്ഥരോട് മറ്റൊരു നയം ഈ സർക്കാർ സ്വീകരിക്കുന്നു എന്നതാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ സർക്കാരുമായി നിസ്സഹകരിക്കുന്നതിനുള്ള സാധ്യതകൾ പോലും അവർ ആരായുന്നുണ്ട്. ഇത് അപകടകരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കാൻ പോവുകയല്ലേ? എങ്ങനെയാണ് ഈ പ്രശ്നത്തെ സർക്കാർ കൈകാര്യം ചെയ്യേണ്ടത്? പ്രത്യേകിച്ചും ഉന്നത IAS ഉദ്യോഗസ്ഥർക്കുണ്ടായിട്ടുള്ള അതൃപ്തി, അവരത് പരസ്യമായി പ്രകടിപ്പിക്കാൻ കാണിച്ചിട്ടുള്ള ധൈര്യം, IAS അസോസിയേഷൻ രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യം,
അസോസിയേഷന്റെ പ്രസിഡന്റായ വ്യക്തിക്ക് മേൽ തന്നെ അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെ പേരിൽ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യം, ഇതെല്ലാം പ്രതികാര നടപടികളാണെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പ്രതികരിക്കുന്ന സാഹചര്യത്തിൽ ഇല്ല, ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഉദ്യോഗസ്ഥന്മാർ മനഃപൂർവ്വം സർക്കാരുമായിട്ട് സഹകരിക്കാൻ പാടില്ല, നമ്മൾ നിസ്സഹകരിക്കണം, നമ്മോട് ചിറ്റമ്മ നയം പുലർത്തുന്നു എന്ന രീതിയിൽ ആരും പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ഇന്നലത്തെ സംഭവം കണ്ടപ്പോൾ, അതും ശ്രീ എബ്രഹാം വളരെ നല്ല ഒരു റെപ്യൂട്ടേഷനുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം സെബിയിലും മറ്റും ജോലി ചെയ്തിരുന്ന സമയത്ത്, സെക്യൂരിറ്റീസ് ബോർഡിലും മറ്റും ജോലി ചെയ്തിരുന്ന സമയത്ത് വളരെ ഉന്നതന്മാരും ശക്തന്മാരുമായ പ്രതിയോഗികൾ ഒരുപാട് സമ്മർദ്ദം ഉണ്ടായിട്ടും അന്നത്തെ കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ വിശ്വസ്തരായ ചില ആളുകൾക്കെതിരെ പോലും കർശനമായ നടപടിയെടുക്കാൻ ധൈര്യപ്പെട്ട ഒരാളാണ് എബ്രഹാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതിൽ മിക്ക IAS ഉദ്യോഗസ്ഥന്മാർക്കും മനസ്സിലൊരു വിഷമം തോന്നിക്കാണും. അതേപോലെ തന്നെ അതേ സമയത്ത് നടപടിക്രമത്തിൽ പാളിച്ചയും ഉണ്ടായി. ഇന്നലെ ഈ രണ്ടും കൂടെ വന്നപ്പോൾ അവർക്ക് അല്പം വികാരം ഉണ്ടാകുകയും അവരെല്ലാവരും കൂടെ ഒന്നിച്ച് മുഖ്യമന്ത്രിയെയോ ചീഫ് സെക്രട്ടറിയെയോ ഒക്കെ കാണാൻ ശ്രമിക്കുകയും ചെയ്തതിൽ ഒരു അപാകതയും ഇല്ല. പക്ഷേ അത് അവരിതാ ഞങ്ങൾ സർക്കാരുമായിട്ട് നിസ്സഹകരിക്കാൻ പോവുകയാണ് എന്നൊരു നിഗമനത്തിലേക്ക് നമ്മൾ ആരെങ്കിലും എത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു വ്യക്തിപരമായ രീതിയിൽ നോക്കുകയാണെങ്കിൽ ശ്രീ എബ്രഹാമിനെ പോലൊരു ഉദ്യോഗസ്ഥൻ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു താക്കോൽ സ്ഥാനത്തിരിക്കുന്നയാളാണ്. അദ്ദേഹം ഏറ്റവും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയുമാണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു മനുഷ്യന് പെട്ടെന്ന് ഇങ്ങനെ ഒരു മനസ്സിന് പ്രശ്നമുണ്ടാക്കും, മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു സമീപനം ഉണ്ടായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിനൊരു നിരാശബോധം ഉണ്ടാകും. ഞാനിങ്ങനെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിട്ട് എന്ത് പ്രയോജനം, സത്യസന്ധമായിട്ട് 35 കൊല്ലം പണി ചെയ്തിട്ട് ഇങ്ങനെ എന്നെ പഴിക്കുകയാണല്ലോ അവസാന നിമിഷത്തിൽ. ഇങ്ങനെ ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകും. ആ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട്, പക്ഷേ അദ്ദേഹത്തെപ്പോലെ ഒരു മനുഷ്യൻ എത്രയൊക്കെ അങ്ങനെ ചിന്ത വന്നാൽ പോലും തൻ്റെ കടമ ആത്മാർത്ഥമായിട്ട് പ്രതിബദ്ധതയോടുകൂടി നിറവേറ്റുന്ന മനുഷ്യനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സർക്കാരിന് അപജയം ഉണ്ടാകത്തക്ക രീതിയിലേക്ക് ഇത് പോവുകയില്ല. അദ്ദേഹം തൻ്റെ പ്രതിബദ്ധതയും തൻ്റെ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്നൊക്കെയുള്ള നിർബന്ധമുള്ള ഒരു മനുഷ്യനാണ്. അപ്പം നേരെ മറിച്ച് നടപടിക്രമങ്ങളെല്ലാം ഫോളോ ചെയ്തുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ എല്ലാ IAS ഉദ്യോഗസ്ഥന്മാരും വിശുദ്ധന്മാരാണെന്ന് ആരും അവകാശപ്പെടുന്നില്ല. കുറച്ച് പേര് തെറ്റ് ചെയ്യുന്നവർ കാണും, അവർ പിടിപെടട്ടെ, ശിക്ഷ അനുഭവിക്കട്ടെ, താങ്കൾ ആവർത്തിച്ചു പറയുന്നുണ്ടല്ലോ ഈ നടപടിക്രമങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, ശരിയാണ്, അത് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ സമ്മതിച്ചിട്ടുണ്ട്. നടപടിക്രമങ്ങളിൽ വീഴ്ച പറ്റി എന്നതും ഉടൻ തന്നെ ഒരു മാധ്യമത്തിൽ അത് വാർത്തയായി പുറത്തു വന്നു എന്നതും തുറമുഖ വകുപ്പിലെ ക്രമക്കേട് അഴിമതി ആരോപണത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ സംഭവത്തിൽ അന്വേഷണം നടത്തി ഇനി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലും ഇതെല്ലാം ജേക്കബ് തോമസിനെ പോലൊരു ഉദ്യോഗസ്ഥൻ, താങ്കൾ ഈ പറഞ്ഞ എബ്രഹാമിന് ചേർത്തി കൊടുത്ത അതേ തരത്തിലുള്ള ഒരു ക്രെഡിബിലിറ്റി ടാഗ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണല്ലോ ജേക്കബ് തോമസും. ബാർക്കോഴ മുതൽ ബന്ധുത്വ നിയമന വിവാദം വരെ ഉറച്ച നിലപാടെടുത്ത ഉദ്യോഗസ്ഥനാണല്ലോ അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ഈ തരത്തിലൊരു പ്രതികാര നടപടിയുടെ ഭാഗമായി അദ്ദേഹം ഇങ്ങനെ ബോധപൂർവം ചെയ്തു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ബോധപൂർവം ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു പിശകുണ്ടായിട്ടുണ്ട്. നോട്ടപ്പിശകായിരിക്കാം, നടപടിക്രമങ്ങളിൽ ഫോളോ ചെയ്തില്ല. പിന്നെ എബ്രഹാമിനെ പോലെ ഒരാളുടെ റെപ്യൂട്ടേഷനും കൂടെയൊക്കെ നോക്കി ഈ കാര്യങ്ങളൊക്കെ പരസ്യമാക്കുന്നതിന് മുൻപ് കുറേ കൂടെ വിശദമായ എന്തെങ്കിലും വിശ്വസനീയമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രം പരസ്യമാക്കാൻ പാടുള്ളൂ. അതാണ് ഞാൻ നേരത്തെ ഇവിടെ ശ്രീ PC സിറിയക് പറഞ്ഞു, ചില ഒരു ഇമോഷണൽ വേരിയേഷൻ്റെ പുറത്ത്, അതായത് എബ്രഹാമിനെ പോലൊരാൾ ഇത്ര കാലത്തെ സർവീസിന് ശേഷം അദ്ദേഹം ഈ തരത്തിലുള്ള ആരോപണത്തിന് വിധേയനാവുകയും തുടർന്ന് ഈ തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിനുണ്ടാകുന്ന വൈകാരികമായ പ്രതികരണം എന്ന നിലയിൽ മാത്രം IAS അസോസിയേഷൻ്റെയും മറ്റ് മുതിർന്ന IAS ഉദ്യോഗസ്ഥരുടെയും പ്രതികരണത്തെ, അവരുടെ പ്രതിഷേധത്തെ കണ്ടാൽ മതിയെന്നാണ്. ഇതുകൊണ്ടൊന്നും ഒരു ഭരണസ്തംഭനമോ അതല്ലെങ്കിൽ സങ്കീർണമായ മറ്റേതെങ്കിലും കുഴപ്പമോ ഉണ്ടാകുമെന്ന് കരുതേണ്ടതില്ല എന്നാണ് ശ്രീ PC സിറിയക് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് സഭയിൽ പ്രതിപക്ഷം പറഞ്ഞതുപോലെ ഇവിടെ ഭരണസ്തംഭനം ഉണ്ടാകാൻ പോകുന്നു, IAS ഉദ്യോഗസ്ഥരും വിജിലൻസ് ഡയറക്ടറും തമ്മിലുള്ള പോര് ആ തരത്തിൽ ഭരണനിർവഹണത്തെ കാര്യമായി ബാധിക്കാൻ പോകുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ ആശങ്ക അസ്ഥാനത്തൽ ആവില്ലേ? ആരോടാണ്? ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ. ഞങ്ങളുടെ പ്രതിപക്ഷത്തിന്റെ നിലപാട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നിയമസഭയിൽ. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 4 മാസമായിട്ടുള്ള ഈ ഗവൺമെന്റ് വന്നിട്ട്
ഞങ്ങൾ ഇവർ തരുന്ന നിയമസഭയ്ക്കകത്ത് തരുന്ന വടി ഉപയോഗിച്ച് അവരെ എതിർക്കുകയല്ല, ഞങ്ങൾ വേറെ ചെയ്യുന്നില്ല. എത്ര കേസായിപ്പോഴ്, എത്ര ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ പരസ്പരം വഴക്കുണ്ടാക്കിയുടെ പോലീസിൻ്റെ അകത്ത് തർക്കങ്ങൾ വന്നില്ലേ? അപ്പോൾ ഈ പോലീസിൻ്റെ അകത്തും IAS വരെയുള്ള തർക്കങ്ങൾ ഫലത്തിൽ ഇപ്പം ശ്രീ സാർ തന്നെ പറഞ്ഞു, ഡോക്ടർ എബ്രഹാമിനെ പോലെ ഉള്ള ഒരു ഉദ്യോഗസ്ഥന് പോലും അങ്ങനെ അവർ പറയേണ്ടി വന്നു. അതുപോലെ തന്നെ ഞാൻ ഒരു വ്യക്തിയെയും വ്യക്തിപരമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമില്ലേ, ഈ നമ്മൾ ഒരു എന്താ പറയുക, ഒരു ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകം റിപ്പീറ്റ് ചെയ്യുക. അദ്ദേഹം പറഞ്ഞല്ലോ, ചില ഉദ്യോഗസ്ഥന്മാർക്ക് ചില മീഡിയ മാന്യമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം തമാശയായിട്ട് എൻ്റെ കൂടെ വേറെ കൂടെ പറഞ്ഞു, രാഷ്ട്രീയക്കാരുടെ സഹവാസം കൊണ്ടാകാമെന്ന് പറഞ്ഞു. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഈ വില്ലേജ് ഡയറക്ടറുള്ള ഏറ്റവും വലിയ പ്രശ്നം മീഡിയ മാനിയൊക്കെയാണ് അദ്ദേഹം. ഇപ്പോൾ ശ്രീ സാർ പറഞ്ഞല്ലോ, ഈ വില്ലേജ് അന്വേഷണം എങ്ങനെയാണ് വേണ്ടത്, അത് രഹസ്യമായിട്ട് വേണ്ടേ, അതിനിവർ എന്താ ചെയ്യുന്നത്? അദ്ദേഹം തന്നെ പത്രക്കാരെ വിളിച്ചു പറയുക, CBI കോടതി പറയേണ്ടി വന്നില്ലേ? അദ്ദേഹം CBI ഡയറക്ടർക്ക് അയച്ച കത്ത് പോലെ അതേ ദിവസം വാർത്ത വന്നിരിക്കുകയാണ്. അദ്ദേഹം കൊടുക്കാതെ വരുമോ? അപ്പം അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിൽ അദ്ദേഹം അതിൻ്റെ അകത്ത് ഒരു 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 നിയന്ത്രണം പാലിക്കേണ്ടതല്ലേ? ഡയറക്ടർ ഓഫ് വിജിലൻസ് അല്ലേ? റെയ്ഡിന് പോകുമ്പോഴേക്കും പത്രക്കാരെ വിളിച്ച് പറയുക, ഉദ്യോഗസ്ഥർ എഴുതുന്നതിന് പിന്നെ 5 ക്യാമറ അവിടെ നിൽക്കുക. അപ്പം അത് മാത്രമല്ല, റിപ്പോർട്ട് ഫ്ലാഷ് ചെയ്ത് കൊടുക്കുക. ഈ അലിഗേഷൻസ് അല്ലേ ഉള്ളൂ, പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും? ഇപ്പം ഇവിടെ തന്നെ മുൻ മന്ത്രിമാർക്കെതിരായിട്ട് എല്ലാ അലിഗേഷൻസ് അല്ലേ? അത് തെളിവെടുത്ത് കോടതി കൊടുക്കണ്ടേ? അതിനു മുമ്പ് തന്നെ പത്രങ്ങളിലും മീഡിയയിലൊക്കെ അവരെ മുഴുവൻ വഷളാക്കി ഇത്ര എടുത്തു എന്ന് പറയുന്ന ആ ഒരു രീതിയോടാണ് എനിക്ക് എതിർപ്പുള്ളത്. മറിച്ച് അന്വേഷണം നടത്തണം, തെളിവ് കണ്ടെത്തണം, കോടതി കൊടുക്കണം, ശിക്ഷിച്ചോട്ടെ. ആര് കുറ്റം ചെയ്താലും ശരി, അടുത്ത പിടിക്കപ്പെടണം, ഒരു സംശയക്കാര്യത്തിലല്ല. പക്ഷെ ഇവിടെ ഇദ്ദേഹം കാണിക്കുന്നത്, ഇദ്ദേഹത്തിന് ആ ഒരു മീഡിയ മാനിയൊക്കെ ഉള്ളതുകൊണ്ട് പുറമെ അദ്ദേഹം കാണിക്കണം ഞാൻ നിഷ്പക്ഷനാണ്. പക്ഷെ ചില കാര്യങ്ങൾ അദ്ദേഹം അനങ്ങാതിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ എൻ്റെ സുഹൃത്ത് അബ്ദുൽക്കാർ പറഞ്ഞു, നമ്മുടെ ജയരാജൻ രാജിവെച്ചു, പക്ഷെ അന്വേഷണം ആരംഭിച്ചിട്ടില്ല. ജയരാജന്റെ കാര്യത്തിൽ തീരുമാനം എടുത്തത് വിജിലൻസ് ഡയറക്ടർ അല്ല, തീരുമാനം എടുത്തത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും LDF ആണ്. അവരുടെ തീരുമാനം കൊണ്ട് നിവൃത്തിയില്ലാതെ രാജിവെക്കേണ്ടി വന്നു. പക്ഷെ ഇപ്പോഴും തുടങ്ങിയിട്ടില്ല അന്വേഷണം. അപ്പൊ ചില കാര്യത്തിൽ വളരെ ഹേസ്റ്റി ആയിട്ട് മുന്നോട്ട് പോകുന്നു, ചില കാര്യം വരുമ്പോഴേക്കും അവിടെ നിൽക്കുന്നു. ആ ഒരു ആംഗിൾ നോക്കുമ്പോഴാണ് വിജിലൻസ് ഡയറക്ടറുടെ ഈ സമീപനത്തിൽ എന്തോ അപാകതയുണ്ട്, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില താല്പര്യങ്ങളില്ല എന്ന സംശയം വരുന്നത്. അവിടെയാണ് പ്രശ്നം. ഞാൻ വരാം താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് MR രാജേന്ദ്രൻ നേരെ ടെലിഫോണിലുണ്ട്. അഡ്വക്കേറ്റ് MR രാജേന്ദ്രൻ നായർ, 2 മുതിർന്ന IAS ഉദ്യോഗസ്ഥർക്കെതിരെയാണ് വിജിലൻസിന്റെ അന്വേഷണവും നടപടികളും മുന്നോട്ട് പോകുന്നത്. ടോം ജോസിന്റെ കാര്യത്തിൽ അദ്ദേഹം അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന പരാതി, അതിനെ തുടർന്നുള്ള FIR, KMML MD ആയിരിക്കെ ടോം ജോസ് നടത്തിയ മഗ്നീഷ്യം ഇടപാടിലൂടെ സർക്കാരിന് 1.21 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്ന കേസിൽ വിജിലൻസ് FIR, മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ ജില്ലയിൽ 50 ഏക്കർ ഭൂമി വാങ്ങിക്കാൻ അഴിമതിയുണ്ടെന്ന പരാതിയിൽ അന്വേഷണം, KM എബ്രഹാമിന്റെ കാര്യത്തിലും സമാന സ്വഭാവത്തിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന ആരോപണത്തിന്റെ പേരിൽ നടക്കുന്ന അന്വേഷണം. രണ്ടിലും കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. വിജിലൻസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ വിവാദങ്ങൾ അനാവശ്യമാണെന്ന അഭിപ്രായമുണ്ടോ അഡ്വക്കേറ്റ് MR രാജേന്ദ്രൻ നായർ താങ്കൾക്ക്? എന്തുകൊണ്ടാണ് ഉന്നത IAS ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണം ഈ മട്ടിലുള്ള പരാതികൾക്കും ഈ മട്ടിലുള്ള പ്രതിഷേധങ്ങൾക്കും ഇടവരുത്തുന്നത്? ഉദ്യോഗസ്ഥന്മാർ ഉന്നതരാണെന്നുള്ളതോ IASകാരാണെന്നുള്ളതോ നിയമപരമായ അന്വേഷണത്തിന് ഒരു തടസ്സമാവരുത്. കാരണം ഇത് ആരോപിക്കപ്പെട്ട ആരോപണം ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ആകുമോ എന്ന് നോക്കണം. ഇവിടെ ശ്രീ ടോം ജോസിന്റെ കാര്യത്തിൽ അദ്ദേഹം വരുമാനത്തിന് നിരക്കാത്ത രീതിയിലുള്ള സ്വത്ത് സമ്പാദിച്ചിരിക്കുന്നു എന്നാണ് ആരോപണം. അതിനെപ്പറ്റി വിജിലൻസ് ഒരു അന്വേഷണം കുറച്ച് നടത്തി, പ്രിലിമിനറി അന്വേഷണം ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്യൂക്ക് വെരിഫിക്കേഷൻ ആയിക്കോട്ടെ, അത് അന്വേഷിച്ചപ്പോൾ കൂടുതൽ അന്വേഷണത്തിന് ഉള്ള സാധ്യത ഉള്ള കേസാണെന്ന് ബോധ്യമായി വിജിലൻസ് കോടതിയിൽ FIR ഫയൽ ചെയ്തിട്ട് നിയമാനുസൃതമുള്ള വാറണ്ട് വാങ്ങി ബാക്കിയുള്ള പരിശോധനകൾ നടത്തുകയാണ്. എല്ലാം വളരെ വിശദമായി ഇനിയും കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. കൊടുത്തു കഴിഞ്ഞിട്ട് അന്തിമ റിപ്പോർട്ടിൽ ഈ ആരോപണങ്ങൾ തെളിയിക്കത്തക്കതാണ്, സസ്റ്റൈനബിൾ ആണ് എന്ന് കണ്ടാൽ, ശിക്ഷിക്കത്തക്കതാണെന്ന് കണ്ടാൽ അവര് ചാർജ് മെമ്മോ ഫയൽ ചെയ്യും. അത് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്
ഇതിന് ഇപ്പോഴും ഇനിയും ശ്രീ ടോം ജോസിന് വിശദീകരിക്കാൻ അവസരം കിട്ടുകയും ചെയ്യും. സാധാരണഗതിയിൽ അദ്ദേഹത്തിന്റെ വിശദീകരണം കേട്ട ശേഷം ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റിന് അദ്ദേഹം വിശദീകരണം നൽകുന്ന ഒരുപക്ഷെ തുടർ നടപടികൾ റെഫർ ചെയ്ത് കളയും. ക്രിമിനൽ കോടതിയിൽ പോകാതെ തന്നെ റെഫർ ചെയ്യും. ഇനി അഥവാ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്താൽ ആ ചാർജ് ഷീറ്റിന് ഉപോത്ബലകമായ എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് പരിശോധിച്ചിട്ട് പ്രോസിക്യൂഷൻ നടത്തണം എന്നുള്ള അനുവാദം ഗവൺമെന്റ് കൊടുക്കേണ്ടി വരും. അത് പരിശോധിക്കുമ്പോൾ ഗവൺമെന്റിന് അനുവാദം കൊടുക്കാതിരിക്കാനും നിയമം അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോ ഒന്നും ഒരു മുൻവിധിയോട് കൂടി സമീപിക്കേണ്ട. പക്ഷേ ആരോപണത്തിൽപ്പെട്ടാൽ ഉന്നതനാണ് എന്നുള്ളത് അന്വേഷണത്തെ ഒരു കാരണവശാലും ബാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ശ്രീ കെ എം മാണിയെ പോലെ ഉന്നതനായ ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിലുണ്ടോ? 50 കൊല്ലം. അത് ശ്രീ ബാബുവിനെ പോലെ ഉന്നതനായ ഒരു രാഷ്ട്രീയ നേതാവുണ്ടോ? എത്രയോ വലിയ ഉന്നതന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാർ അന്വേഷണം നേരിട്ടിരിക്കുന്നു, അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിനേക്കാൾ താഴെയാണല്ലോ എപ്പോഴായാലും IAS-കാരാണ്, അദ്ദേഹം സത്യസന്ധനാണ് എന്നുള്ളത്. പക്ഷേ ശ്രീ എം ആർ രാജേന്ദ്രൻ നായർ, വിജിലൻസ് എല്ലാ കാലത്തും അന്വേഷണങ്ങളും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ നിയമ നടപടികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ കാലത്തും വിജിലൻസ് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു ആക്ഷേപം അതത് അധികാരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകമായി അവരുടെ രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയായി വിജിലൻസ് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നൽകിയ ഏറ്റവും വലിയ ഉറപ്പ് വിജിലൻസിനെ നീതിപൂർവവും നിഷ്പക്ഷവും സ്വതന്ത്രവുമായി പ്രവർത്തിക്കാൻ അവസരം നൽകുമെന്നാണ്. അങ്ങനെയുള്ളൊരു വാഗ്ദാനം സർക്കാർ മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ ജേക്കബ് തോമസ് എടുക്കുന്ന നടപടികൾ പല നിലയ്ക്ക് വിമർശിക്കപ്പെടുന്നുണ്ട്. അതിലൊന്നാണ് ഇന്നലെ KM എബ്രഹാമിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡ് നിയമ നടപടികൾ പാലിക്കാതെയായിരുന്നു എന്ന ആക്ഷേപം. അത് ഏറെക്കുറെ വസ്തുതാപരമാണ്. അത് മുഖ്യമന്ത്രി ഇന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. ഇത് ജേക്കബ് തോമസിന്റെ നടപടികളിലെ ആത്മാർത്ഥതയെ സംശയിക്കാൻ പാകത്തിലുള്ളതാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം ജേക്കബ് തോമസ് എന്തെങ്കിലും ദുരുദ്ദേശപരമായി ശ്രീ KM എബ്രഹാമിന്റെ വീടിന്റെ അളവെടുക്കാൻ ആളിനെ പറഞ്ഞയച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരുപക്ഷെ വിജിലൻസിലെ ഉദ്യോഗസ്ഥന്മാർ നടപടിക്രമങ്ങൾ നേരെ ചൊവ്വേ പാലിക്കാതെ അല്പം തെറ്റായ രീതിയിൽ ശ്രീ KM എബ്രഹാമിന്റെ കാര്യത്തിൽ വീടിന്റെ അളവെടുക്കാൻ പോയെങ്കിൽ അത് ശരിയായില്ല എന്ന് ജേക്കബ് തോമസിന്റെ അഭിപ്രായവും കൂടെ കേട്ടതിന് ശേഷമായിരിക്കണമല്ലോ മുഖ്യമന്ത്രി അസംബ്ലിയിൽ പറഞ്ഞത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗവൺമെന്റ് പറഞ്ഞതുപോലെ വിജിലൻസിനെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കും എന്നുള്ള ഗവൺമെന്റിന്റെ വാഗ്ദാനം അക്ഷരാർത്ഥത്തിൽ പാലിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പൊ കാണുന്നത്. അല്ലെങ്കിൽ ഉന്നതന്മാരായ IAS ഉദ്യോഗസ്ഥന്മാരുടെ പേരിലോ ഒക്കെ അന്വേഷണം ശക്തമായി വരുമോ? പക്ഷേ സാർ ഒരു സെർച്ച് വാറണ്ട് ഇല്ലാതെ റെയ്ഡിന് ചെല്ലുന്നു. പിന്നീട് ഉദ്യോഗസ്ഥർ പറയുന്നു ഫ്ളാറ്റിന്റെ അളവെടുക്കാൻ വേണ്ടി പോയതാണ്. രണ്ടാമതായി ഒരു മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. അത് പെട്ടെന്ന് ആ വാർത്ത അതിലൂടെ ലീക്ക് ഔട്ട് ചെയ്യുന്നു. ഇവിടെ ശ്രീ PC സിറിയക് പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിന്റെ നടപടിക്രമങ്ങൾ ശരിയായ രീതിയിൽ പാലിക്കപ്പെടണമായിരുന്നു. ഒരു സെർച്ച് വാറണ്ടുമായി പോകണമായിരുന്നു. അതിന്റെ എല്ലാ വശങ്ങളും പാലിച്ചുകൊണ്ട് വേണമായിരുന്നു അത് നടത്തേണ്ടിയിരുന്നത്. 2, KM എബ്രഹാമിനെ പോലെ ദീർഘകാലത്തെ സർവീസുള്ള ഒരു മുതിർന്ന ഉന്നത ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിനെതിരെ ഇതുപോലെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ കുറെ കൂടി മാന്യമായി അദ്ദേഹത്തിന്റെ സൽപ്പേരിന്, ഇതുവരെയുള്ള സൽപ്പേരിന് കളങ്കം പറ്റാത്ത തരത്തിൽ കുറെ കൂടി വിശദമായി അന്വേഷിച്ച് കാര്യങ്ങളിൽ വ്യക്തത വരുത്തിക്കൊണ്ടായിരിക്കണമായിരുന്നു ഇതെല്ലാം ഒരു വാർത്തയായി പരസ്യപ്പെടുത്തേണ്ടിയിരുന്നത് എന്നാണ്. ഇത്തരം നടപടികൾ ജേക്കബ് തോമസ് സ്വീകരിച്ചതിന് പിന്നിലെ ഉദ്ദേശം സംശയിക്കപ്പെടേണ്ടതല്ലേ? ഇത് ശ്രീ PC സിറിയക് സാർ പറഞ്ഞ അഭിപ്രായം വളരെ ശരിയാണ്. കാരണം കുറച്ചുകൂടി അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട അന്വേഷണ പ്രക്രിയയാണ് ഇത്. അത് ഉന്നതനായ IAS ഉദ്യോഗസ്ഥനായതുകൊണ്ടല്ല, ഏത് കാര്യത്തിലും. നിങ്ങൾ ഒരു കാര്യം മറന്നുപോകും. ശ്രീ MKK നായർക്കെതിരായിട്ട് CBI അന്വേഷണം നടത്തുകയും ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുകയും വർഷങ്ങളോളം കോടതിയിൽ വിചാരണ നടക്കുകയും അദ്ദേഹത്തെ നിരുപാധികം വിട്ടയക്കുകയും ചെയ്ത കേസുണ്ട്. CBIയെ കുറിച്ച് വേറെയും എത്രയോ ആരോപണങ്ങൾ, കേസുകൾ വിട്ടുപോകുന്ന കേസുകളുണ്ട്. പക്ഷെ അതൊക്കെ ദുരുദ്ദേശപരമാണ് എന്ന് പറയുവാൻ ചിലപ്പോൾ സാധിക്കില്ല. അവധാനതകൾ കൂടാതെ ചെയ്യുന്നു. ഇത് ജേക്കബ് തോമസിന്റെ ഭാഗത്ത് നിന്ന് എബ്രഹാമിനെതിരെ ദുരുദ്ദേശമുണ്ട് എന്ന് ആരോപിക്കേണ്ട ഒരു കാരണവും ഇപ്പൊ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. കാരണം അവിടെ തെറ്റുകൾ, ഒരു കാര്യം ചെയ്യുമ്പോൾ തെറ്റും ശരിയും സംഭവിക്കും. തെറ്റായിട്ട് ചെയ്യാം, ശരിയായിട്ടും ചെയ്യാം ഒരു കാര്യം. അത് ചെയ്ത് കഴിയുമ്പോഴാണ് ചിലപ്പോൾ തെറ്റ് ബോധ്യമാകുന്നത്. തെറ്റ് വരുമ്പോൾ അത് തിരുത്തുക എന്നുള്ള ആർജവം ജേക്കബ് തോമസ് എന്നുള്ള വിജിലൻസ് ഡയറക്ടറും കാണിക്കും. അല്ലാതെ ഉന്നത IAS ഉദ്യോഗസ്ഥർക്കെതിരെ നടക്കുന്ന ഈ നടപടികൾ വിജിലൻസ് സ്വതന്ത്ര തത്തയായി പറക്കുന്നത് കൊണ്ടോ? ഈ ചർച്ചയുടെ 2ാം ഘട്ടത്തിലേക്ക് വരാം. വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.
ശ്രീ കെ വി അബ്ദുൽ ഖാദർ, വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെ കരിയർ ഉടനീളം പരിശോധിച്ചാൽ 2 ഫേസുകൾ നമുക്കതിൽ കാണാൻ കഴിയും. ഒന്ന്, ബാർക്കോഴ മുതൽ ബന്ധുത്വ നിയമന വിവാദം വരെ അദ്ദേഹം ഉള്ള കേസുകളിൽ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള ഉറച്ച നിലപാട്. മറ്റൊന്ന്, ഒരു സർക്കാരും ഒരു കസേരയിൽ 6 മാസം അടുപ്പിച്ചിരുത്തിയിട്ടില്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കും ജേക്കബ് തോമസിന് ചില ദുരനുഭവങ്ങളുണ്ട്. ഇവിടെ ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ വിജിലൻസിനെ സ്വതന്ത്രമാക്കുമെന്ന് പറഞ്ഞു. ഈ സർക്കാർ അധികാരമേറ്റുടൻ നടത്തിയ ആദ്യ ഉന്നത നിയമനങ്ങളിൽ ഒന്നാണ് ജേക്കബ് തോമസിൻ്റേത്. ഇപ്പോൾ സംസ്ഥാനത്തെ ഉന്നത സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ IASകാർ ഒന്നാകെ ജേക്കബ് തോമസിൻ്റെ ഇടപെടലുകളിൽ പരാതി പറയുന്ന ഘട്ടം എത്തിയിരിക്കുന്നു. അവിടെ ഉന്നത ഉദ്യോഗസ്ഥനെതിരെ സ്വീകരിച്ച നടപടിക്രമങ്ങളിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിക്ക് സമ്മതിക്കേണ്ട ഘട്ടവും എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടർ എന്ന നിലയ്ക്ക് അദ്ദേഹം നടത്തുന്ന ഈ ഇടപെടലുകളെ സർക്കാർ വരും ദിവസങ്ങളിൽ ആ ഇടപെടലുകളെ സർക്കാർ കാണാൻ പോകുന്നത്? എങ്ങനെയാണ് ഉന്നത IAS ഉദ്യോഗസ്ഥർ ഉന്നയിച്ചിട്ടുള്ള പരാതിയിൽ സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കാൻ പോകുന്നത്? സർക്കാർ ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകളുടെ വ്യക്തമായിട്ടുള്ള സൂചന ഇന്ന് ശ്രീ പിണറായി നിയമസഭയിൽ വ്യക്തമാക്കുകയുണ്ടായി. ഒന്ന്, ശ്രീ ജേക്കബ് തോമസ് ഒരു വിജിലൻസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ, ഡയറക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹം കാണിക്കുന്ന സത്യസന്ധതയും ആർജവവും അത് ഒരു ദിവസം കൊണ്ട് ഗവൺമെൻറ്റിന് തോന്നുന്ന ഒരു കാര്യമല്ല. വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ, താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ സർവീസിലുള്ള ആ ഒരു സത്യസന്ധതയാണ് അത്തരമൊരു നിലപാടെടുക്കാൻ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള തരത്തിൽ വരുന്ന ആക്ഷേപങ്ങളെ, ആരോപണങ്ങളെ അദ്ദേഹം സത്യസന്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ അന്വേഷണ സംവിധാനങ്ങളിലൂടെ ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കും എന്നതാണ് ഗവൺമെൻറ്റിൻ്റെ വിശ്വാസം. അങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹം നടത്തുന്ന അന്വേഷണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസർക്കെതിരെയോ ഒരു തഹസിൽദാർക്കെതിരെയോ ഒരു കളക്ടർക്കെതിരെയോ ഉള്ള ഒരു നടപടി മാത്രമല്ല. സംസ്ഥാനത്തെ ഭരണത്തിൻ്റെ ശക്തരായിട്ടുള്ള അതിൻ്റെ സംവിധാനത്തിൽപ്പെടുന്ന സീനിയർ IAS ഓഫീസർമാർ ഉൾപ്പെടെയുള്ള സംഭവങ്ങളാണ് അദ്ദേഹം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ അന്വേഷണം നടത്തുന്ന സന്ദർഭത്തിൽ വളരെ ലാഘവത്തോടെ അത് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് കരുതുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ പിന്തുണ ഇത്തരം കാര്യങ്ങളിൽ നിയമവും ചട്ടവും അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അതേ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുക. ഒരു തരത്തിലുള്ള പാളിച്ചയും ഉണ്ടാവാൻ പാടില്ല എന്ന സന്ദേശമാണ് ശ്രീ എബ്രഹാമിൻ്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പാലിക്കപ്പെടാതിരുന്ന കാര്യത്തെ സംബന്ധിച്ചുള്ള സൂചനകളിലൂടെ മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത്. അതിനർത്ഥം ഇപ്പം നടത്തുന്ന എല്ലാ അന്വേഷണങ്ങളും തെറ്റായിട്ടുള്ളതാണ് എന്ന് ഒരു തരത്തിലും വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഗവൺമെന്റിന്റെ നിലപാട് വളരെ സുവ്യക്തമാണ്. അല്ല, അവിടെ കെ വി അബ്ദുൽ ഖാദർ, ഇവിടെ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞ ഒരു കാര്യം താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. വിജിലൻസ് ഡയറക്ടറുടെ ഇടപെടൽ ആത്മാർത്ഥതയുള്ളതാണോ എന്ന് സംശയം തോന്നിക്കുന്ന 1-2 ഘടകങ്ങൾ. ഒന്ന്, ചില ആളുകളുടെ കാര്യത്തിൽ അദ്ദേഹം കാണിക്കുന്ന അമിതോത്സാഹവും ചിലരുടെ കാര്യത്തിൽ അദ്ദേഹം കാണിക്കുന്ന മെല്ലെപ്പോക്കും എന്നതാണ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ നേരത്തെ പറഞ്ഞത്. 2, താങ്കൾ ഇതുപോലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരായ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് കുറ്റമറ്റ രീതിയിൽ നിയമത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട്, ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് നടപ്പാക്കേണ്ടതാണ്. ഇവിടെ ഒരു ഉന്നത സിവിൽ സർവൻ്റ് എന്ന നിലയിൽ അദ്ദേഹം സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന പരാതിയിന്മേൽ അന്വേഷിക്കാൻ CBI തയ്യാറായി നിൽക്കുന്ന ഒരു ഘട്ടമുണ്ട്, ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് IAS ഉദ്യോഗസ്ഥർ ഒന്നാകെ ഈ വിജിലൻസ് ഡയറക്ടർക്കെതിരെ നീങ്ങുന്ന സാഹചര്യം, മറുഭാഗത്ത് വിജിലൻസ് ഡയറക്ടറെ പുകച്ച് പുറത്തു ചാടിക്കാൻ ചിലർ നിഗൂഢ നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന് നിലപാടെടുക്കുന്ന സർക്കാർ, ഇതത്ര എളുപ്പത്തിൽ സുഖകരമായി മുന്നോട്ട് പോകുന്ന ഒന്നല്ലല്ലോ. ഒന്നാമതായിട്ട് ശ്രീ ജേക്കബ് തോമസ് അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ വിവേചനം കാണിക്കുന്നു എന്ന നിരീക്ഷണത്തോട് എനിക്ക് യോജിപ്പില്ല. അദ്ദേഹം ആ കാര്യം സത്യസന്ധമായിട്ട് ചെയ്യുന്നയാളാണ്. ആരോടെങ്കിലും പ്രത്യേക വിരോധം, മറ്റാരോടെങ്കിലും പ്രത്യേക മമത, ഇത് രണ്ടും അദ്ദേഹം കാണിച്ചതായിട്ടുള്ള ഒരു നമ്മുടെ മുമ്പിലില്ല. പിന്നെ മറ്റൊരു കാര്യം, CBI ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഒരു സത്യവാങ്മൂലം അസാധാരണമായ നടപടിയാണ്. ഞങ്ങൾ ഇത് അന്വേഷിക്കാം എന്ന് പറയുമ്പോൾ എന്താണ് അതിന് പിന്നിലുണ്ടായ ചേതോവികാരം എന്നത് വളരെ ദുരൂഹതയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നീതിന്യായ സംവിധാനത്തിൻ്റെ ചരിത്രത്തിൽ കേട്ടുകേൾവില്ലാത്ത ഒരു കാര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. മറ്റൊന്ന്, ഇങ്ങനെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് ഗവൺമെൻറ് കാര്യങ്ങൾ കൊണ്ടുപോവുക?
ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ടുള്ള നിലപാട്, അന്വേഷണം നടക്കുന്ന കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥർ അത് IAS-കാരനാണ്, അത് IPS-കാരനാണ്, IAS-കാരനായിട്ടുള്ള നടപടി IAS സംവിധാനത്തിനെതിരായിട്ടുള്ള കൂട്ടായിട്ടുള്ള നിലപാട് അങ്ങനെ എടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ്. ഈ കാര്യത്തിൽ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള നിലപാടുമായിട്ട് ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകും. യാതൊരു പ്രശ്നവും ഭരണസ്തംഭനവും ഇതുവഴി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ശ്രീ PC സിറിയക്, KM എബ്രഹാം മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകിയിട്ടുള്ള പരാതി, ഉന്നത IAS ഉദ്യോഗസ്ഥർ ചീഫ് സെക്രട്ടറിയെ കണ്ട് ബോധിപ്പിച്ചിട്ടുള്ള അവരുടെ ആവലാതികൾ, ഇതെല്ലാം ഏത് നിലയ്ക്കാണ് ഈ സർക്കാർ അഡ്രസ്സ് ചെയ്യുക? ഏത് നിലയ്ക്കാണ് ഇത്തരം കാര്യങ്ങളെ സർക്കാർ അഭിമുഖീകരിക്കേണ്ടത്? എങ്ങനെയാണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ കഴിയുക? എന്താണ് അതിനുള്ള വഴി? മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥന്മാരെ തന്നെ അഡ്രസ്സ് ചെയ്യുക. IAS ഉദ്യോഗസ്ഥന്മാർ, പ്രധാനപ്പെട്ട സീനിയർ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് പറയാം. അദ്ദേഹത്തിന് പറയാം, നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം, നിങ്ങളെ ആരെയും എന്തെങ്കിലും വിധത്തിൽ വിക്ടിമൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട്, ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷണം നടത്തേണ്ടത് ഗവൺമെൻറ്റിൻ്റെ കടമയാണ്, അത് ചെയ്യേണ്ടി വരും. തെറ്റ് ചെയ്യാത്തവരുടെ പേരിലൊന്നും ചെയ്യാൻ പോകുന്നില്ല. എന്തെങ്കിലും പാകപ്പിഴകളുണ്ടെങ്കിൽ അതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി അവരോട് തുറന്നു പറയുകയും അവർക്കൊരു ആത്മവിശ്വാസം പകർന്നു കൊടുക്കുകയും ചെയ്യുകയും വേണം. അതോടൊപ്പം എനിക്ക് തോന്നുന്നു മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതുപോലെ കേന്ദ്രത്തിലുള്ളതുപോലെ ഇവിടെയും ഒരു വിജിലൻസ് കമ്മീഷണർ എന്നൊരു പദവി ആവശ്യമാണ്. ഇന്നിപ്പോൾ കേന്ദ്രത്തിൽ CBI ഡയറക്ടറുണ്ട്. ആ ഡയറക്ടർക്ക് മുകളിലാണ് ഡയറക്ടർ വിചാരണ കേസുകൾ അന്വേഷിക്കുന്നു, റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ആ റിപ്പോർട്ടിന്മേൽ അവസാനം നിഗമനം എടുക്കുന്നത് CBI ഡയറക്ടർ അല്ല, വിജിലൻസ് കമ്മീഷണറാണ് അഴിമതി കേസുകളിൽ. അപ്പോൾ അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലും വിജിലൻസ് കമ്മീഷണർമാരുണ്ട്. ഇങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും വിജിലൻസ് കമ്മീഷണർ വേണം എന്ന ഒരു ശുപാർശ പണ്ടൊരു സന്താനം കമ്മിറ്റി, ആൻറ്റി കറപ്ഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷനാണ്. ആ റെക്കമെൻഡേഷൻ അനുസരിച്ചാണ് കേന്ദ്രത്തിൽ ഇതിങ്ങനെ CVC വന്നത്. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ട്, തമിഴ്നാട് ഉൾപ്പെടെ. കേരളത്തിലും ഒരു ചീഫ് വിജിലൻസ് കമ്മീഷണർ എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല സത്യസന്ധമായ പാരമ്പര്യമുള്ള ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥനെയോ ചീഫ് സെക്രട്ടറി ലെവലിലുള്ളത് അല്ലെങ്കിൽ ഒരു റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിയോ ഇങ്ങനെ വിജിലൻസ് കമ്മീഷണറായിട്ടൂടെ നിയമിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ IAS ഉദ്യോഗസ്ഥന്മാർക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ അത് നീങ്ങിക്കൊള്ളും. കാരണം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വിജിലൻസ് ഡയറക്ടറെ ജേക്കബ് തോമസിനെയോ വ്യക്തിപരമായി ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ അവർ 10-35 കൊല്ലത്തെ പോലീസ് ജീവിതത്തിനിടയ്ക്ക് ഓരോ കുറ്റാരോപിതനും യഥാർത്ഥത്തിൽ കുറ്റവാളിയാണെന്നൊരു തോന്നൽ മനസ്സിലുണ്ടായാൽ നമുക്കത് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. ആ തോന്നൽ ഉണ്ടാകുന്ന രീതിയിൽ, ആ തോന്നൽ അവരുടെ അവസാന നിഗമനത്തെ ബാധിക്കാത്ത രീതിയിൽ നിഷ്പക്ഷമായും കുറേ കൂടെ സമചിത്തതയോടുകൂടി ബാലൻസ്ഡായിട്ട് ഒരു തീരുമാനം സർക്കാരിന് വേണ്ടി സമർപ്പിക്കാനായിട്ട് ഒരു വിജിലൻസ് കമ്മീഷണറുണ്ട്. ഡൊമിനിക് പ്രസന്റേഷൻ, ജേക്കബ് തോമസിന്റെ നടപടികളിൽ, അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകളിൽ എന്തൊക്കെ സംശയങ്ങൾ പ്രതിപക്ഷം രേഖപ്പെടുത്തിയാലും അഴിമതി ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്ക് മേൽ നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള നടപടികളുമായി, അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഈ സർക്കാരിൻ്റെ തീരുമാനം എന്ന് പറയുന്നതിലൂടെ ജേക്കബ് തോമസ് എന്ന വിജിലൻസ് ഡയറക്ടർക്ക് പിന്തുണ നൽകുകയും അതുവഴി വിജിലൻസിനെ സ്വതന്ത്രമായും നീതിപൂർവവും നിഷ്പക്ഷവുമായി പ്രവർത്തിക്കാൻ അനുവദിക്കുമെന്ന സർക്കാർ വാഗ്ദാനം പാലിക്കപ്പെടുകയുമാണെന്ന ഒരു രാഷ്ട്രീയമായ ഒരു ക്ലെയിം ഈ സർക്കാരിന് മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ലേ? പക്ഷെ അങ്ങനെ വെക്കുമ്പോഴേക്കും ഗവൺമെൻറ് ഒരു കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടാവണം. ജേക്കബ് തോമസിനെതിരായി അദ്ദേഹം 3 മാസം ഒരു സ്വകാര്യ കോളേജിൽ പോയി വർക്ക് ചെയ്ത് വാങ്ങിച്ച 8.5 ലക്ഷം രൂപയാണ്. അത് പരാതി വന്നപ്പോൾ അദ്ദേഹം തിരിച്ചു കൊടുത്തത്. അവിടെയാണ് ഈ പ്രശ്നം മുഴുവൻ വരുന്നത്. ഇത്രയേറെ സത്യസന്ധനും കർക്കശക്കാരായ ഉദ്യോഗസ്ഥൻ ഗവൺമെൻറ് പെർമിഷൻ വാങ്ങിച്ചില്ല, മുൻകൂർ പെർമിഷൻ വാങ്ങിച്ചില്ല. പെർമിഷൻ വാങ്ങാതെ ഒരു കോളേജിൽ പോയി ഡയറക്റ്റായി ജോലി നോക്കി അത് തിരിച്ചു വന്ന് 8.5 ലക്ഷം രൂപ അദ്ദേഹം വാങ്ങിച്ചത്. പരാതി വന്നപ്പോൾ ആ പണം തിരിച്ചടിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താ, ഞാൻ പൈസ തിരിച്ചു കൊടുത്തു. അതാണ് CBI അന്വേഷിക്കാന്ന് പറഞ്ഞത്. അതിനെ അദ്ദേഹം എതിർക്കുന്നു. അവിടെയാണ് പ്രശ്നം. ഗവൺമെന്റ് സത്യസന്ധൻ എന്ന് പറയുന്ന ഡിഫെൻഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള ഒരു കാര്യം അതാണ്. രണ്ടാമത്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതും വലിയ അന്വേഷണം നടന്നിരിക്കുകയാണ്. അത് പരാതിയുണ്ട്, അതിൽ സർക്കാർ നഷ്ടമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്കുള്ള സംശയം, ഈ ഗവൺമെന്റ് കാണിക്കുന്നത് പോലെ, അല്ലെ ജേക്കബ് തോമസ് സ്വയം പറയുന്ന പോലെ പ്രവർത്തിക്കുന്നത് പോലെ
ഉള്ള റെക്കോർഡ് മാത്രമല്ല അദ്ദേഹത്തിനുള്ളത്, അദ്ദേഹത്തിന്റെ പേരിലും ഇങ്ങനെയുള്ള ആരോപണങ്ങൾ നിൽക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ എടുക്കുന്ന കാര്യങ്ങളിൽ ഗവൺമെന്റ് എത്ര പിന്തുണ? ഈ ഉദ്യോഗസ്ഥന്മാരുടെ പരാതി എന്താ? IAS പരാതി അവർ പറയുന്നത് ഞങ്ങളുടെ പേര് ഇങ്ങനെ ഗവൺമെന്റ് എടുപ്പിക്കുന്നു, പക്ഷെ ഇദ്ദേഹത്തിന്റെ പേര് ആരോപണം വരുമ്പോൾ ഗവൺമെന്റ് ഡിഫെൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് ഭരണത്തിൽ കുഴപ്പമുണ്ട്. സുരേഷ് സാറ് പറഞ്ഞതുപോലെ ഒരു കാര്യം ഞാൻ പറയാം, IAS ഉദ്യോഗസ്ഥന്മാരുടെ സഹകരണമില്ലെങ്കിൽ ഭരണം മുന്നോട്ട് പോവില്ല. തുടങ്ങിയിട്ടുള്ള ഗവൺമെന്റ് ഈ വർഷത്തെ പ്ലാനും ഒത്തിരി ഇംപ്ലിമെന്റേഷൻ ഇല്ലേ, തീരുമാനം എടുക്കണ്ടേ? മന്ത്രിമാർ പലരും പരിചയമില്ലാത്തവരാണ്. അതുകൊണ്ട് IAS മുഴുവൻ വെറുപ്പിക്കുന്നതിന് പകരം കുഴപ്പമുണ്ടാക്കുന്നവർക്ക് അന്വേഷണം നടത്തുക, അവർ നടപടി എടുക്കണം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ എല്ലാവരും അഴിമതിക്കാരാണ് എന്നുള്ള ചിന്താഗതിയിൽ ഒരു ഡയറക്ടർ മുന്നോട്ട് പോകുമ്പോൾ ആ ഡയറക്ടറെ നിയന്ത്രിക്കേണ്ട ചുമതല ഗവൺമെന്റിനുണ്ട്. അത് ഗവൺമെന്റ് ചെയ്താൽ ഭരണം സുഗമമാവും. 4 മാസമായിട്ട് ഇപ്പൊ രണ്ടാമത്തെ മന്ത്രി ആരോട് വന്നു കഴിഞ്ഞു, അന്വേഷിക്കേണ്ടി വരും. കശുവണ്ടി ഇറക്കുന്ന അന്വേഷണം അതും കോടതി പോകുമ്പോഴാണ്. അപ്പൊ ഇനിയുമുള്ള പുതിയ പ്രശ്നങ്ങൾ വരാൻ പോകുന്നു. അങ്ങനെ വരുന്ന ആരോപണങ്ങളിലും ജേക്കബ് തോമസ് എന്ത് നിലപാടെടുക്കും എന്ന് വലിയൊരു ക്വസ്റ്റ്യൻ അല്ലേ? അവിടെ ഞങ്ങളുടെ ആശങ്ക. ശ്രീ കെ അബ്ദുൽ ഖാദർ, താങ്കളുടെ മറുപടി. അല്ല, അത് പ്രതിപക്ഷത്തിന് അവരുടെ നേതാക്കൾക്കെതിരായിട്ട് അന്വേഷണം നടത്തുന്ന ഒരു വിജിലൻസ് ഡയറക്ടർക്കെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കുക എന്നുള്ളത് അവരുടെ രീതിയാവും. മുൻ മന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണം അന്വേഷിക്കുന്നു, മറ്റു പല കേസുകളും അന്വേഷിക്കുന്നു. അപ്പോൾ അന്വേഷണം നടത്തുന്ന വിജിലൻസ് ഡയറക്ടർ തന്നെ ശരിയല്ല എന്ന് സ്ഥാപിക്കേണ്ടത് അവരാവശ്യമായിരിക്കാം. പക്ഷേ അതിനൊന്നും നീതിയുടെയോ വസ്തുതയുടെയോ പിൻബലമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ഇവിടെ IAS ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ, അല്ലാതെ എല്ലാ IAS ഉദ്യോഗസ്ഥരും കുഴപ്പക്കാരാണെന്നോ മോശക്കാരാണെന്നോ നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. വന്നിട്ടുള്ള സംഭവങ്ങളെ സംബന്ധിച്ചുള്ള പരിശോധന നടത്തുക എന്നതാണ്. മുഖ്യമന്ത്രി ഒരു കാര്യം ഇന്ന് നിയമസഭയിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു. ഈ QV എന്ന് പറയുന്ന ഇപ്പോൾ നമ്മുടെ കോടതി വിധികളിലൂടെ അല്ലെങ്കിൽ കോടതി നിർദ്ദേശത്തിലൂടെ വരുന്ന ക്വിക്ക് വെരിഫിക്കേഷന് മുന്നോടിയായിട്ട് തന്നെ ലഭിക്കുന്ന പരാതികൾ, ആ പരാതികളുടെ സാഹചര്യം, അതിൽ എന്തുമാത്രം വസ്തുതയുണ്ട്, ആ പരാതി പ്രാഥമികമായിട്ട് നിലനിൽക്കുന്നതാണോ, ഇത്തരം കാര്യങ്ങൾ കൂടി അന്വേഷിക്കണം എന്ന്, അതിനൊരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കും എന്നുകൂടി ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അപകീർത്തിപ്പെടുത്താൻ, ആരെങ്കിലും മോശമായിട്ട് ചിത്രീകരിക്കാനുള്ള ഒരു നീക്കം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. ഭരണ സംവിധാനം, ഭരണം വളരെ സുഗമമായിട്ട് തന്നെ മുന്നോട്ട് പോകും. റൈറ്റ്, വളരെയധികം നന്ദി ശ്രീ കെ അബ്ദുൽ ഖാദർ, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ PC സിറിയക്, അഡ്വക്കേറ്റ് MR രാജേന്ദ്രൻ നായർ ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഈ സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. ഇനി രാഷ്ട്രീയ ആക്ഷേപഹാസ്യ പരിപാടി പൊളിമിക്സുമായി PT നാസറത്തും കാണും. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.